ഇനി നമുക്ക് ഒരു സാധാ നല്ലൊരു ചിക്കൻ ബിരിയാണി വെക്കാം. അതിനായിട്ട് ഞാൻ എണ്ണ ഒഴിച്ച് അതിലേക്ക് 2 കഷ്ണം കറുവപ്പട്ട, ചെറിയ കഷ്ണമാക്കിയിട്ടില്ല കറുവപ്പട്ട, ഒരു കറുവ ലീഫ് ഇട്ടു. പിന്നെ ഒരു 2 വലിയ സവോള കട്ട് ചെയ്ത് കരിവേപ്പിലയും കൂടി ഇട്ട് ഒന്ന് വഴറ്റുന്നുണ്ട്. അതുപോലെ വഴന്നു വരാൻ വേണ്ടി ഞാൻ ഒരു നുള്ളി ഉപ്പും കൂടി ചേർത്തിട്ടാണ് വഴറ്റിയെടുക്കുന്നത്. ഏകദേശം വഴന്നു വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിൽ തക്കാളി ചേർക്കാം. ഒരു വലിയ 3 തക്കാളിയാണ് ചേർത്തിട്ടുള്ളത്. ഞാൻ 3 കിലോ ചിക്കനാണ് ആക്കുന്നത്. അപ്പോൾ അത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. ഇഞ്ചി, പച്ചമുളകും വെളുത്തുള്ളിയും കൂടി ക്രഷ് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ചതച്ച് വെച്ച ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ചേർത്ത് വെക്കാം. ഇതും അതുപോലെ നല്ല പച്ചമണം മാറുന്നവരെ നല്ലപോലെ വഴറ്റി കൊടുക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്തിട്ടുണ്ട്. 2 പിരിയമുളകും സാധാ എരിവുള്ള മുളകും കൂടി കൂട്ടി പൊടിക്കുകയാണ്. നമ്മൾ കുറച്ച് പച്ചമുളക് കുറച്ച് കൂടുതൽ കൂട്ടിക്കൊണ്ട് അധികം ചുവന്ന മുളകും ഇടുന്നില്ല. ചിക്കൻ 3 കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ കുരുമുളക് പൊടി, മസാലപ്പൊടിയെല്ലാം ചേർത്ത് കുക്കറിൽ 1 വിസിൽ വന്ന് മാറ്റി വെച്ചിട്ടുണ്ട്, വേവിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. എന്നാൽ എളുപ്പത്തിലാകുമല്ലോ. സാധാരണ വറുത്തിട്ടുണ്ടാക്കുന്നത്, ഞാൻ വറക്കാതെ ചിക്കൻ വറുത്തെടുക്കാതെ വേവിച്ചിട്ടാണ് ബിരിയാണി ഉണ്ടാക്കുന്നത്. അതാണ് ഇവിടെ എല്ലാവർക്കും ഇഷ്ടം. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഒരു ടീസ്പൂണിൻ്റെ അടുത്ത് ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുത്തു. 1 ടീസ്പൂൺ ബിരിയാണി മസാലയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എല്ലാം കൂടി നല്ലപോലെ ഒന്നും കൂടി വഴറ്റിയെടുക്കാം. ചിക്കന് ഉപ്പ് ചേർത്തിട്ടുണ്ട്. എന്നാലും നമ്മൾ ഈ മസാലയ്ക്ക് ഉപ്പ് വേണ്ടിയിട്ട് കുറച്ച് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതുപോലെ പച്ചമണമെല്ലാം മാറിയിട്ടുണ്ട്. നമുക്ക് വേവിച്ച് വെച്ച ചിക്കൻ വൃത്തിയിലേക്ക് ഇട്ട് കൊടുക്കാം. നല്ലപോലെ ഇളക്കി ഇതിൻ്റെ എല്ലായിടത്തും മസാല എത്തുന്ന വിധത്തിൽ നമുക്ക് ഇളക്കി യോജിപ്പിക്കാം. കുറച്ച് മല്ലിയിലയും പുതിനയിലയും ചെറുതായി കട്ട് ചെയ്തതും കൂടി ഇതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് കുറച്ച് യോജിക്കട്ടെ. നല്ലപോലെ മസാലയെല്ലാം അതിന് പിടിച്ചിട്ട് ഒന്നും കൂടി വെന്ത് വരട്ടെ. ബിരിയാണി ചോറുണ്ടാക്കണ്ട ബിരിയാണിയുടെ. അപ്പോൾ അതിനായിട്ട് കുറച്ച് നെയ്യും കുറച്ച് ഓയിലും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിലൊരു ലീഫും അതുപോലെ 2 കഷ്ണം പട്ടയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു 5 ഗ്രാമ്പും കൂടി ചേർത്തു. ഇനി ചെറുതായി കട്ട് ചെയ്ത 1 സവോള. പിന്നെ ഞാൻ ചോറിന് അത്ര അധികം സവോള ചേർക്കുന്നില്ല. ഇതൊന്ന് വറുത്ത് മാറ്റി വെക്കാം. ഒരു 6 ഏലക്കായ് ഒന്ന് ചതച്ചിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഉള്ളി ഏകദേശം ഒന്ന് വഴഞ്ഞ് വന്നിട്ടുണ്ട്. കുറച്ചും കൂടി ഒരു ബ്രൗൺ നിറാവുമ്പോൾ നമുക്കിതിലേക്ക് വെള്ളം ചേർക്കാം. ഞാൻ 4 ഗ്ലാസ് അരിയാണ് വെക്കുന്നത്. അപ്പോൾ ഒരു 6 ഗ്ലാസ് വെള്ളം ചേർക്കാം. ഇതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ചിക്കൻ വേവിക്കുമ്പോൾ കിട്ടിയ വെള്ളമാണ്. നമുക്കതും കൂടി ഇതിലേക്ക് തന്നെ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് പ്രത്യേകം വരും. തിളച്ച് വന്നിട്ടുണ്ട്. നമുക്ക് അരി ഇതിൽ ഇട്ട് കൊടുക്കാം. അതെല്ലാം കഴുകി എടുത്തിട്ട് ഇതിന് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ആ മസാലയിലെ വെള്ളത്തിൽ ഉപ്പുണ്ടായിരുന്നതുകൊണ്ട് നോക്കിയിട്ട് ഉപ്പ് ചേർത്താൽ മതി. പിന്നെ ഒരു ചെറുനാരങ്ങയുടെ നീര് കൊടുത്ത് അതിൽ ഒഴിച്ചു. അപ്പോൾ മൂടി വെച്ചിട്ട് വേവിക്കാം. വെന്തതിന് ശേഷം നമ്മൾ ആക്കി വെച്ച ചിക്കൻ അതിൻ്റെ ചോറിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിലേക്ക് കുറച്ചുകൂടി മല്ലിയിലയും പുതിനയിലയും കൂടി ഇട്ട് കൊടുക്കാം. നമ്മൾ ഓഫാക്കിയിട്ടില്ല. തീ ഓഫാക്കാതെ തന്നെ കുറച്ച് സമയം കൂടി അടച്ചു വെക്കാം. അപ്പോൾ ചിക്കൻ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ.